ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ 2 ദിവസം മുമ്പ് നിലമ്പൂര് പോളിംഗ് ബൂത്തുകളിലേക്ക് ചെന്നു. അവരുടെ മനസ്സിലെ വോട്ടുകൾ അവർക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് നൽകി. നീണ്ട പ്രചരണകാലം ഒരുപാട് വിഷയങ്ങൾ, അതായത് അന്താരാഷ്ട്ര വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ചർച്ചയായെങ്കിലും കൂടുതലും നിലമ്പൂര് ചർച്ച ചെയ്ത് അവരുടെ പ്രാദേശിക പ്രശ്നങ്ങൾ തന്നെയാണ്. മൃഗങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് നമ്മൾ പറയുമ്പോൾ മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്, കൃഷികൾ നശിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്, പാർപ്പിടം ഇല്ലാത്ത വിഷയങ്ങൾ തന്നെയാണ്. നിലമ്പൂരിൽ ചർച്ചയായത് തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ്. അല്ലാതെ ജമാഅത്ത് ഇസ്ലാമി UDFന് പിന്തുണ കൊടുത്തതോ ഇറാൻ ഇസ്രായേൽ സംഘർഷമോ അല്ലെങ്കിൽ RSS CPM ബന്ധമോ ഒന്നും പൊതുവെ നിലമ്പൂരിൽ ചർച്ചയായിട്ടില്ല. നിലമ്പൂരിൽ CPMന് അറിയാം CPM ജയിക്കാൻ പോകുന്നില്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് സ്വരാജിനെ തന്നെ ഇറക്കിയ ഒരു പരീക്ഷണം? ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നു എന്നുകൂടി അറിയാനുള്ളൊരു ഇലക്ഷനായിട്ടാണ് CPM ഇതിനെ കാണുന്നത്. CPMന് കൃത്യമായിട്ട് അറിയാം അവിടെ ജയിക്കാൻ പോകുന്നത് UDF ആണ് എന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വോട്ടുകൾ അവിടെ സമാഹരിക്കാൻ കഴിയും. അതൊരു UDF മണ്ഡലമാണ്. LDF എങ്ങനെയാണ് കഴിഞ്ഞ 2 തവണ ജയിച്ചത് എന്നുള്ളത് അവർക്കറിയാം. കാരണം അവരുടെ പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടുന്ന 55,000 വോട്ട്, LDFന്റെ പൂർണ്ണമായിട്ടുള്ള വോട്ട്, അതില് 25,000 30,000 വോട്ടുകൾ അൻവർ സ്വന്തമായിട്ട് കരസ്ഥമാക്കിയ വോട്ടുകൾ മൂലമാണ്. അത് കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും വന്ന വോട്ടുകൾ മൂലമാണ് അൻവർ അവിടെ വിജയിച്ചതെന്ന് CPMന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് UDFന് പറയാം. കാരണം UDFന് കൃത്യമായിട്ട് ആരെ നിർത്തിയാലും 66,000 വോട്ട് അവർക്ക് അവിടെ ഉണ്ട്. ബാക്കി വോട്ടുകൾ കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ, ആദ്യത്തെ തവണ അവര് അരിയാടൻ ഷൗക്കത്ത് നിന്ന സമയത്ത് അരിയാടൻ ഷൗക്കത്തിന് എത്ര വോട്ടേ കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ തവണ പ്രകാശ് ഇന്ന സമയത്ത്, BV പ്രകാശ് ഇന്ന സമയത്ത് അത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ അത് വർദ്ധിപ്പിച്ചു. പോയ വോട്ടുകളൊക്കെ തിരിച്ചു വന്നെങ്കിൽ പോലും അൻവർ പിടിച്ചു വാങ്ങിയ വോട്ടുകൾ മൂലം അൻവർ ജയിച്ചു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. UDFന്റെ സകല സംവിധാനങ്ങളും ഹരിയാണ ഷൗക്കത്തിന് വേണ്ടി എണ്ണയിട്ടെന്ന പോലെ, അതായത് CPMന്റെ സംഘടനാ സംവിധാനത്തെ പോലും മുകളിലേക്ക് മാറുന്ന, CPMനെക്കാട്ടിലും മുകളിലേക്ക് മാറുന്ന രീതിയിൽ UDFന്റെ സംഘടനാ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിച്ചു. ഒരു MLA പോലും കടന്നു ചെല്ലാത്ത, ഒരു വീടുകൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആ മണ്ഡലത്തെ മാറ്റി. അതുകൊണ്ട് ചാണ്ടിയമ്പൻ 3000-ഓളം വീടുകൾ കവർ ചെയ്ത പോലെ എല്ലാ MLA മാരും ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്കുള്ള, അത്യാവശ്യം റീച്ചുള്ള, സോഷ്യൽ മീഡിയ വഴി നമുക്ക് സുപരിചിതരായിട്ടുള്ള, മാധ്യമങ്ങൾ വഴി സുപരിചിതരായിട്ടുള്ള ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ MLA-മാരും MP-മാരും സ്ഥിരമായിട്ട് അവിടെ ചെല്ലുകയും ആളുകളെ കൺവിൻസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, രാവിലെ നമ്മുടെ വീട്ടിൽ ഒരു മന്ത്രി വരുന്നു, ഒരു MLA വരുന്നു, ഒരു MP വരുന്നു. എന്നിട്ട് CPMന്റെ ആളുകൾക്ക് കുറച്ചുകൂടി കണക്ട് ആവുന്നതും ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലുന്നു കോൺഗ്രസിന്റെ ആളുകളും ലീഗിന്റെ ആളുകളുമാണ്. CPMന്റെ കുറച്ചുകൂടി CPMന്റെ കർക്കശത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സംസാരത്തിന്റെ അപ്പുറത്തേക്ക് എല്ലാ നേതാക്കന്മാരും ആ രീതിയിൽ തന്നെ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടി ജനങ്ങളുമായിട്ടൊരു മാനസിക അടുപ്പം, വീട്ടിലെ പ്രശ്നങ്ങൾ ചിലപ്പോ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ. പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നിട്ട് 50 രൂപ കൊടുത്താലും അവന് വലിയ കാര്യമാണോ? ഇത് വോട്ട് വിലയ്ക്ക് വാങ്ങുക എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവന്റെ സിറ്റുവേഷൻ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ഒരു ആത്മബന്ധം അവനുണ്ടാവും. അങ്ങനെ ചെയ്യാൻ കോൺഗ്രസ്സുകാർക്കേ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ LDF വേറെ രീതിയിലാണ് പൈസ കൊടുക്കുന്നത്, ഈ രീതിയിലൊന്നും അല്ല. അത് കുറച്ചുകൂടി മനസ്സിലാക്കി പഠിച്ച് ബ്രാഞ്ചിൽ നിന്ന് വരുന്ന കണക്കനുസരിച്ച് ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൊടുക്കുന്നു, ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്ന് മുക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു, വോട്ട് ചേർത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനം നിലമ്പൂരിൽ നടന്നു. അതിന്റെ ഭാഗമായിട്ട് 1,75,000 പരം വോട്ടുകൾ അവിടെ പോൾ ചെയ്തു. അപ്പൊ ഇതില് സംഭവിക്കാൻ പോകുന്നത് ആര്യാണ ഷൗക്കത്തായിരിക്കും വിജയം. ആര്യാണ ഷൗക്കത്ത് ഏതാണ്ട് 15,000 മുതൽ 20,000 വോട്ടുകൾക്ക് അവിടെ വിജയിക്കും. അതുകൊണ്ട് വലിയ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വോട്ടുകൾ അവിടെ മൊത്തത്തിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 72 ഉള്ളത് ചിലപ്പോൾ 80,000 വോട്ടിലേക്കൊക്കെ ആര്യാണ ഷൗക്കത്തിന് പോകും. ഏതാണ്ട് 15,000 മുതൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാണ ഷൗക്കത്തായിരിക്കും അവിടെ വിജയിക്കുക. രണ്ടാമത് സ്വരാജ് തന്നെ വരും. സ്വരാജും ഈ 15,000 വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ച്, CPM കണക്ക് കൂട്ടുമ്പോൾ CPMന്റെ വോട്ടുകൾ വർദ്ധിക്കും. കാരണം 55,000 ബേസ് വോട്ടിൽ നിന്ന് അത് വർദ്ധിച്ചത് അൻവർ പിടിച്ച വോട്ടുകൾ. അൻവർ ഒരു 25,000 30,000 ഒരു 18 മുതൽ 30,000 വോട്ടുകൾ വരെ അൻവർ പിടിച്ചാൽ പോലും അൻവറിന്റെ വോട്ട് പിടിച്ചിട്ടും CPMന് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ LDFന് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് LDF വിജയമായിട്ട് തന്നെ കണക്കാക്കുകയും ഭരണവിരുദ്ധ വികാരം എത്രത്തോളം മണ്ഡലത്തിൽ ഉണ്ട് എന്ന് അവർ
അറിയുകയും അതനുസരിച്ച് അടുത്ത ഇലക്ഷൻ അവർ പ്ലാൻ ചെയ്യുകയും ചെയ്യും. അത് കേരളം മൊത്തം ഇവിടെ ഒരു 20,000 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷം, 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പോയാൽ കേരളത്തിൽ അതിനൊരു തരംഗം ഉണ്ടാവുകയും അടുത്ത വട്ടം ഭരണം കയ്യിൽ നിന്ന് പോകുന്ന LDF നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ LDF അതനുസരിച്ച് ആസൂത്രണം ചെയ്യുകയും അതനുസരിച്ച് ഇലക്ഷൻ വർക്ക് നടത്തുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ UDF ഇത് ഈ രീതിയിൽ ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ UDF ഇവിടെ കാണിച്ച പോലെ ഇപ്പൊ അവരുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ തിരിച്ചു പിടിക്കാൻ കാണിച്ച പോലെ ഇവിടെ ഇത്തവണ നിലമ്പൂര് പിടിക്കാൻ കാണിച്ച പോലത്തെ ആവേശം എല്ലാ മണ്ഡലത്തിലും കാണിച്ചാല് അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആര്യാണ് ഷൗക്കത്ത് തന്നെ ജയിക്കും. LDF രണ്ടാമത് വരും. അൻവർ ഒരു 18 മുതൽ 25,000 വോട്ടിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ല. അത് അൻവറിന് സ്ഥിരമായി കിട്ടുന്ന വോട്ടുകളാണ്. അതിന്റെ ഒപ്പം കുറച്ച് സാധാരണ ആളുകളുടെ വോട്ട് കൂടി കിട്ടും. അല്ലാതെ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള വോട്ടുകളുടെ ഒരു വോട്ട് പോലും കിട്ടത്തില്ല. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകവും അൻവറും രണ്ടാണ്. നമ്മളൊക്കെ സാധാരണ ഒരു പാർട്ടിയിൽ ചെന്നു, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയായിട്ട് പോയി. ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പ്രാദേശിക ഘടകമായിട്ട് വന്ന് ചേർന്നിട്ടായിരിക്കും ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. അതെന്തുകൊണ്ട് അൻവർ ചെയ്യുന്നില്ല? അൻവർ നേരെ വന്ന് സ്വന്തമായിട്ടൊരു പാർട്ടി അങ്ങ് ആവുകയാണ്. ഇവിടുത്തെ പ്രാദേശിക ഘടകത്തെ അടുപ്പിക്കുന്നില്ല. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ SDPയുടെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ SDPക്ക് അവിടെ അതിന് മുമ്പത്തെ ഇലക്ഷൻ ഏതാണ്ട് 4,300 വോട്ട് കിട്ടി. കഴിഞ്ഞ ഇലക്ഷൻ അതൊരു 3,000 സംതിങ്ങിലേക്ക്, 3,300, 3,200 പോയി. ഇത്തവണ നമുക്കറിയാം ഇത്തവണത്തെ സാഹചര്യം ഒരു ബൈ ഇലക്ഷനാണ്. വലിയൊരു മുന്നേറ്റമൊന്നും ബൈ ഇലക്ഷൻ SDPക്ക് സാധിക്കത്തില്ല. SDPയുടെ ബേസ് വോട്ട് എന്ന് പറയുന്നത് 3,000 വോട്ടാണ്. അതിൽ എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഈ രീതിയിൽ കോൺഗ്രസിന്റെ ലീഗിന്റെ വോട്ടുകളൊന്നും SDPയിലേക്ക് വരാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. ഫാക്ട് സംസാരിക്കുമ്പോൾ അതായത് ലീഗിന് 40,000-ഓളം വോട്ടുകളുണ്ട്. ലീഗിൽ നിന്ന് സ്വാഭാവികമായിട്ട് SDPയിലേക്ക് വോട്ടുകൾ വരാറുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇലക്ഷൻ ലീഗിന് ഭരണമില്ലാതെ 15 വർഷമൊന്നും പ്രതിപക്ഷത്തിരിക്കാൻ കഴിയുകയില്ല. ജമാഅത്ത് ഇസ്ലാമിയും അതേ അനുഭവത്തിലാണ്. കാരണം അതൊക്കെ ഭരണത്തിന്റെ ഭാഗമാവണം, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഭാഗമാവണം. അപ്പൊ ഭാഗമാവണമെങ്കിൽ കോൺഗ്രസ് ഇവിടെ ജയിച്ച് കരുത്ത് തെളിയിച്ച് അടുത്ത ഇലക്ഷന് കേരളം പിടിക്കണം. അതിന് സ്വാഭാവികമായിട്ടും എല്ലാ വോട്ടുകളും അഴിച്ചു വർക്ക് എല്ലാ വോട്ടുകളും കോൺഗ്രസിലേക്ക് പോകും. ഇടതുപക്ഷത്തിന് RSS ആയിട്ടുള്ള അടുത്ത ബന്ധവും കാര്യങ്ങളും കാരണം മുസ്ലിം വോട്ടുകൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നിരിക്കും. അത്തരം വോട്ടുകൾ SDPക്കും വരും, UDFനും പോകും. അപ്പൊ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ കൂടി SDP പിടിച്ചെടുത്തു ആണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന നിഷ്പക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ഈ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിനും ചെയ്തവരുണ്ട്, SDPക്കും ചെയ്തവരുണ്ട്. അപ്പൊ SDPയുടെ 3,000-ൽ നിന്ന് വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് SDPയുടെ വിജയമാണ്. അവരുടെ ബേസ് വോട്ട് 3,000 ആണ്. അതിൽ നിന്ന് അവർ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ പിടിക്കുന്ന പൂർണ്ണമായും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട നിഷ്പക്ഷ വോട്ടുകളാണ് SDP പിടിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ അത് നാളെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPക്ക് 8,000 വോട്ടാണ് അവരുടെ ബേസ് വോട്ട്. 8,000, 7,000 ഡിഫറൻസ് ആണ്. അത് കുറേ ഒരു 6,000-ലേക്ക് BJP എത്തുന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല. ബാക്കിയുള്ള 1,000 വോട്ടുകൾ പൂർണ്ണമായിട്ട് അത് ഇടതുപക്ഷത്തിന് പോകും. അവിടെ അവരുടെ ആഗ്രഹം സ്വരാജ് ജയിച്ചാലും കുഴപ്പമില്ല, ഇവിടെ കോൺഗ്രസ് ജയിക്കരുത് എന്നൊരു അജണ്ട ആയിട്ടാണ് BJP അവിടെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് BJPക്ക് 5,000, 6,000 വോട്ടുകൾ കിട്ടി, ബാക്കി വോട്ടുകൾ അത് ഇടതുപക്ഷത്തിന് പോകും. അപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വലിയ വോട്ടുകൾ നേടി തന്നെ ആയിരിക്കും അവിടെ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നാളെ റിസൾട്ട് വരുമ്പോൾ ജയിക്കാൻ പോകുന്നത്.